Hi children, our sixth chapter, Indian Constitution. Indian Constitution is the major law in India. Indian Constitution is the largest constitution in the world with 448 articles, 25 parts and 12 schedules. ഇന്ത്യയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബൃഹത്തായ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 26th November 1948 and become effective on 26th January 1950. അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എവരി 26th January 26th. A constitution is a set of rules and regulations guiding the administration of a country. ഒരു ഭരണഘടന എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും ഒരു പ്രധാന ഘടകമാണ്. Dr. B.R. Ambedkar was the chairman of the drafting committee and he is the chief architect of Constitution of India. Okay children, let us come to our chapter, Indian Constitution. The first question, the Constitution of India came into effect on 26th January 1950. നിലവിൽ വന്ന വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷമാണ് 26th January 1950. The Constitution was adopted on 26th November 1949. അഡോപ്റ്റ് ചെയ്തത് 26th November 1949. The Constitution was amended for the first time in 1951. അമെൻമെന്റ് ചെയ്തത് 1951 ആണ്. അതായത് ഭേദഗതി ചെയ്തത്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് 1951ലാണ്. The power of amendment vested in Parliament relating to the amendment of the Constitution comes under Article 368. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്നുള്ളത് ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ്? 368. An undefined power to amend the Constitution has been bestowed upon Parliament following the new clause 5 of Article 368. അതായത് ആർട്ടിക്കിൾ 368ന്റെ ഏത് ഉപവകുപ്പിലാണ്? ക്ലോസ് മീൻസ് ഉപവകുപ്പ്. ഈ ഉപവകുപ്പിലാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻമെന്റ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ക്ലോസ് 5. Our constitution initially consisted of dash articles. ആദ്യമായി എത്ര ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395. Our constitution initially consists of 395 articles. Presently there are 12 schedules in our constitution. ഇപ്പോൾ 12 ഷെഡ്യൂൾസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഷെഡ്യൂൾസ് മീൻസ് പട്ടിക. ഇന്ത്യ ഹാസ് ബീൻ ഡിക്ലെയർഡ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നീതിയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും, ഇതാണ് ഈ വാചകം ഏതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ എവിടെയാണ് ഉള്ളത്? പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ മീൻസ് ആമുഖം. ദി ആന്റി ഡിഫെക്ഷൻ ആക്ട് കംസ് അണ്ടർ ദി ഡാഷ് ഷെഡ്യൂൾ. ആന്റി ഡിഫെക്ഷൻ ആക്ട് മീൻസ് കൂറുമാറ്റ നിരോധന നിയമം. അതായത് ഒരു പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ച് ആ പാർട്ടിയിൽ നിലകൊള്ളുമ്പോൾ ആ 5 വർഷത്തിനകത്ത് ഒരു പാർട്ടിയിലേക്കും മാറാൻ പാടില്ല. അതായത് വേറൊരു പാർട്ടിയിലേക്ക് മാറാൻ പാടില്ല അധികാരത്തിലിരിക്കുന്ന വ്യക്തിക്ക്.
ഇതാണ് കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ആക്ട്. ഈ നിയമം നമ്മുടെ 10th ഷെഡ്യൂളിലാണ് വരുന്നത്. 1967 ഹരിയാനയിലെ ഒരു MLA, അദ്ദേഹത്തിന്റെ പേര് ഗയാലാൽ, അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിക്കുകയും ചെയ്തു, MLA ആയി. പക്ഷെ അധികാരത്തിലിരിക്കെ അദ്ദേഹം 3 പ്രാവശ്യം, ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം മറ്റു പാർട്ടികളിലേക്ക് കാലുമാറി. അങ്ങനെയാണ് ഈ നിയമം നിലവിൽ വരുന്നത്, ആന്റി ഡിഫെക്ഷൻ ആക്ട്. അതിനെതിരെയാണ് ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നത്, ആന്റി ഡിഫെക്ഷൻ ആക്ട്. ഇത് നമ്മുടെ ഭരണഘടനയിലെ 10th ഷെഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. The 8th schedule is associated with the list of 22 languages recognized by the Constitution. ഇന്ത്യയിലെ 22 ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ളത് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾ 8th ഷെഡ്യൂളാണ്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 356 of the Indian Constitution empowers the center to take over the government of a state. സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട് എന്നുള്ളത് എത്രാമത്തെ ആർട്ടിക്കിളിലാണ്? 356. അപ്പം നമുക്ക് സ്റ്റേറ്റിന് എന്തെങ്കിലും വലിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അപ്പം ഈ ഒരു അധികാരം ഏത് ആർട്ടിക്കിളിലാണ്, ഭരണഘടനയുള്ള ഏത് ആർട്ടിക്കിളിലാണ്? 356. നെക്സ്റ്റ് വൺ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വം. The directive principles of state policy of our constitution says that there will be a uniform civil code for the citizens throughout the territory of India. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ നിയമം ആണ് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് യൂണിഫോം സിവിൽ കോഡ്. എല്ലാ ജനങ്ങളും ഒരു നിയമത്തിന്റെ കീഴിൽ, ഒരൊറ്റ നിയമത്തിന്റെ കീഴിൽ എല്ലാ നിയമവും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് എന്നതാണ് യൂണിഫോം സിവിൽ കോഡ്. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് which is federal in structure with certain unitary features. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫെഡറൽ സംവിധാനം എന്നത് ഒന്ന് തന്നെയാണ്, അതായത് യൂണിറ്ററി തന്നെയാണ്. സെൻട്രലിൽ എങ്ങനെയാണോ ഭരണം നിർവഹിച്ചു പോകുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിലെ ഭരണവും നടന്നു പോകുന്നത്. സെൻട്രലിൽ നമ്മുടെ പ്രസിഡന്റാണ് പരമോന്നതാധികാരി എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ അത് ഗവർണറായിരുന്നു. മറ്റേത് പ്രൈം മിനിസ്റ്റർ എന്നാണെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്നത് ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റേഴ്സും മറ്റു മിനിസ്റ്റേഴ്സും കൂടി ചേർന്നിട്ടാണ്. അതായത് രണ്ട് സെൻട്രലിലായാലും സ്റ്റേറ്റിലായാലും ഭരണ സംവിധാനം ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് വൺ, പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് ഇന്ത്യക്ക്. അത് നമ്മുടെ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാണ്. അതിലൊരു കുറച്ച് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, റെസ്പെക്ട് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. ഫോളോ ഐഡിയൽസ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. സേഫ്ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. ഡ്യൂട്ടി to all parents to send their children in the age group of 6 to 14 years to school. ഇങ്ങനെ കുറച്ച് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഓരോ പൗരന്മാരും, ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരന്മാർക്കുമുള്ള കർത്തവ്യമാണിത്. The constitutional head of the executive of the union is the president. പ്രസിഡന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ തലവൻ. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആളും പ്രസിഡന്റ് തന്നെയാണ്. ദ ഫസ്റ്റ് മാൻ എന്ന് പറയുന്നതും ഒരു രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഫസ്റ്റ് മാൻ എന്ന് പറയുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്
കൂടുതലായിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ പഠിക്കാനുണ്ടാകും. Okay, children. Hope you are understand. Thank you.